ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന അധ്യായത്തെക്കുറിച്ചാണ്. ഓക്കെ, അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം. അപ്പോഴാണ് ഗാന്ധിജി വന്നത്, മഹാത്മാഗാന്ധി. ഈ അധ്യായം നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം, അദ്ദേഹം രചിച്ചിട്ടുള്ള ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നും അദ്ദേഹം ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ആ ഒരു വരവിനെക്കുറിച്ച്, ആ ടൈമിലി അറൈവലിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ ഈ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന അധ്യായത്തിലൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഓർക്കുക, ഈ അധ്യായം ജവഹർലാൽ നെഹ്റു ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയെ പറ്റി പരാമർശിച്ച ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, നമുക്ക് അധ്യായത്തിലേക്ക് പോകാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം. അപ്പോഴാണ് ഗാന്ധിജി വന്നത്. വേൾഡ് വാർ ഫസ്റ്റ് എൻഡഡ് അറ്റ് ലാസ്റ്റ്. അവസാനം ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. ആൻഡ് ദ പീസ്. സമാധാനവും അവസാനിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് അസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ്. നമുക്ക് പുരോഗതിയും ആശ്വാസവും കൊണ്ടുതരുന്നതിന് പകരം ആ ഒന്നാം ലോക മഹായുദ്ധം ബ്രോട്ടസ് റെപ്രസീവ് ലെജിസ്ലേഷൻ, അടിച്ചമർത്തുന്ന നിയമങ്ങളും മാർഷ്യൽ ലോ ഇൻ പഞ്ചാബിലെ പട്ടാള നിയമവുമാണ് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമുക്കറിയാം ഒരുപാട് ഇന്ത്യക്കാരായ പട്ടാളക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒന്നാം ലോക മഹായുദ്ധത്തിലൊക്കെ ഇന്ത്യക്കാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവിടം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണല്ലോ. അപ്പോൾ അവരുടെ ഒക്കെ അവരൊക്കെ ഇന്ത്യയിൽ നിന്നും പോകുന്നതിന് കാരണക്കാരനായിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. അപ്പം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ നെഹ്റു നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു, നമ്മൾ സമാധാനം കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ സമാധാനത്തിന് പകരം അടിച്ചമർത്തുന്ന പുതിയ നിയമങ്ങളും പഞ്ചാബിലെ പട്ടാള ഭരണങ്ങളും ഒക്കെയാണ് വന്നത്. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ. ഇന്ത്യക്കാരായ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഒരു അപമാനം ഉണ്ടായി. ആൻഡ് എ പാഷനേറ്റ് ആങ്കർ. വളരെ പാഷനേറ്റായിട്ടുള്ള ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവാൻ തുടങ്ങി. ഫിൽഡ് അവർ പീപ്പിൾ. ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലൊക്കെ ആ ഒരു പേടിയും ഒരു ദേഷ്യവും ഒരു അപമാനവും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറയാൻ തുടങ്ങി. വി ഹാഡ് ബിക്കം എ ഡയലക്റ്റ് നേഷൻ. ഇന്ത്യ എന്നത് ഒരു ഡയലക്റ്റ് നേഷനായിട്ട് മാറി. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത, ഒരാളും സഹായിക്കാനില്ലാത്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. യെറ്റ് വാട്ട് കുഡ് വി ഡു. എങ്കിലും എന്താണ് ഇനി നമ്മൾ ചെയ്യുക? ഹൗ ടു ചേഞ്ച് ദിസ് വിഷ്യസ് പ്രോസസ്സ്. എങ്ങനെയാണ് ഈ വിഷ്യസ് ആയിട്ടുള്ള ആളുകളെ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന, ഈ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് നമ്മളിനി തടയുക? വി സീംഡ് ടു ബി ഹെൽപ്ലെസ്. നമ്മൾ ഇന്ത്യക്കാർ വളരെ ഹെൽപ്ലെസ് ആയിട്ടാണ് ആ സമയത്ത് ആയത്. ഇൻ ദി ഗ്രിപ്പ് ഓഫ് സം ഓൾ പവർഫുൾ മോൺസ്റ്റേഴ്സ്. എക്കാലത്തെയും ഭീകരങ്ങളായിട്ടുള്ള മോൺസ്റ്ററുകൾ, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തെ ബ്രിട്ടീഷുകാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അവരുടെ ആ ഒരു പിടിയിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അവർ ലിംബ്സ് വെയർ പാരലൈസ്ഡ്. നമ്മളുടെ കാലുകളൊക്കെ മരവിച്ച അവസ്ഥ. അവർ മൈൻഡ്സ് ഡെഡൻഡ്. മനസ്സുകളൊക്കെ മരവിച്ച അവസ്ഥ. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ. ഒരുപാട് അധികം ആളുകൾ കട്ട് ഓഫ് ഫ്രം ദ ലാൻഡ്. ഭൂമിയിൽ നിന്നും കുടിയിറക്കപ്പെട്ടു. ആൻഡ് ഇൻകേപ്പബിൾ ഓഫ് എനി കൈൻഡ് ഓഫ് മാനുവൽ ഓർ ടെക്നിക്കൽ വർക്ക്. ഒരു തരത്തിലുള്ള കൈത്തൊഴിലുകളോ ടെക്നിക്കൽ ജോലികളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകൾ എത്തിപ്പോയി. ജോയിൻഡ് ദ സ്വെല്ലിംഗ് ആർമി ഓഫ് ദി അൺഎംപ്ലോയ്മെൻറ്റ്. ഇന്ത്യയിൽ സ്വെല്ലിംഗ് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ, ആ തൊഴിലില്ലായ്മയുടെ കൂട്ടത്തിലേക്ക് ഒരുപാട് ആളുകൾ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണവും ഒന്നാം ലോക മഹായുദ്ധമൊക്കെ ഇന്ത്യയിൽ ഏൽപ്പിച്ച ആ പ്രഹരത്തിൻ്റെ ആഘാതം എടുത്തു കാണിക്കുകയാണ് ഇവിടെ നെഹ്റു ചെയ്യുന്നത്. തൊഴിലില്ലായ്മ, പട്ടിണി, വീട് നഷ്ടപ്പെടുക, മരണം, ഒരുപാട് പ്രയാസങ്ങൾ ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യം.
ആൻഡ് ഹെൽപ്ലെസ്, ആരും സഹായിക്കാനില്ലാതെ, ഹോപ്പ്ലെസ്, ഒരു പ്രതീക്ഷയുമില്ലാത്ത, സാങ് എവർ ഡീപ്പർ ഇൻ ടു ദ മൊറാസ്, വലിയ ഒരു ചതുപ്പിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയിൽ ദേ ഡിഡ് നോട്ട് നോ വെയർ ടു ലുക്ക്. നമ്മൾ ഇന്ത്യക്കാർക്ക് അവർക്ക് എങ്ങോട്ടാണ് നോക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥ. ഫോർ നെയ്തർ ദ ഓൾഡ്, പൂർവികന്മാരായിട്ടുള്ള പ്രായം ചെന്ന നേതാക്കളിലേക്കോ നോക്കണോ, ഓർ ന്യൂ ഓഫേർഡ് ദം എനി ഹോപ്പ്, അതോ വരുന്ന തലമുറയോ ആരും തന്നെ അവർക്കൊരു ഹോപ്പും പ്രതീക്ഷയും കൊടുത്തില്ല. പ്രായമായ ആളുകളെ കൊണ്ടും നേതാക്കന്മാരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി വരാനുള്ള തലമുറയെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. ഒരു പ്രതീക്ഷയുമില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ ഇന്ത്യക്കാരായ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുക. വാട്ട് കുഡ് വി ഡു, നമ്മളിനി എന്താണ് ചെയ്യുക? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് കൊക്മെയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം? ഈ ചതുപ്പിൽ നിന്ന്, ദാരിദ്ര്യത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഈ ചതുപ്പിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യയെ കരകയറ്റാൻ ഇനി പറ്റുക? നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ്, വെറും കുറച്ച് കാലത്തെ ഒരു ആശ്ചര്യമോ കാത്തിരിപ്പോ മാത്രമല്ല, ആൻഡ് അഗണി, ദുഃഖം മാത്രമല്ല, ആൻഡ് സസ്പെൻസ് മാത്രമല്ല, ബട്ട് ഫോർ എ ലോങ് ജനറേഷൻ, ഒരുപാട് തലമുറയുടെ അനുഭവങ്ങളാണ്. അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ. അല്ലേ, 1500 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ, 1492 കാലഘട്ടങ്ങളിൽ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയെ കട്ടുമുടിച്ച് ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പോയി എന്ന് പറയുന്നത്. അതിനുശേഷവും ഫ്രഞ്ചുകാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലേ, അപ്പോൾ ഇത്രയൊക്കെ കാലം, എത്രയോ വർഷങ്ങൾ ഈ വിദേശികൾ ഇന്ത്യക്കാരെ ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച് ഇത്രയും കാലം ഇന്ത്യക്കാരായ ആളുകൾ ഹാഡ് ഓഫേർഡ്, നമ്മുടെ പൂർവികന്മാരൊക്കെ ഓഫർ ചെയ്തു. ബ്ലഡ് ആൻഡ് ടോയിൽ, രക്തവും അധ്വാനവും ഓഫർ ചെയ്തു. ടീയേഴ്സ് ആൻഡ് സ്വെറ്റ്, കണ്ണുനീരും വിയർപ്പും അവർക്ക് വേണ്ടി ഓഫർ ചെയ്തു. ആൻഡ് ദിസ് പ്രോസസ്, ഈ ഒരു പ്രക്രിയ, ഹാഡ് ഈറ്റൺ, അത് തിന്നു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വേ ഡീപ്പ് ഇൻ ടു ദ ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവിനെയും ശരീരത്തെയും. ഈ ദുർഘടം പിടിച്ച പ്രയാസകരമായ ഈ പ്രോസസ്സ് ആളുകളിൽ ബ്രിട്ടീഷുകാർക്കും വിദേശികൾക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, വിയർപ്പൊഴുക്കുന്നു, കണ്ണീരൊഴുക്കുന്നു, ഭക്ഷണം പോലും ഇല്ലാതെ കഠിനമായി ജോലി ചെയ്യുന്നു. അവരിങ്ങനെ സുഭിക്ഷമായി ജീവിക്കുകയും ചെയ്യുന്നു. ആര്? ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ. ഈ ഒരു പ്രോസസ്സ് ഇന്ത്യയുടെ ഹൃദയത്തെയും ശരീരത്തെയും ആത്മാവിനെയും തിന്നു തീർത്തു എന്നാണ് പറയുന്നത്. പോയിസണിങ് എവറി ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്, ഇന്ത്യക്കാരായ ആളുകളുടെ ജീവിതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലകളിലും അത് വിഷം കുത്തി നിറക്കാൻ തുടങ്ങി. വല്ലാത്തൊരവസ്ഥ അല്ലേ? നമ്മളൊക്കെ ചരിത്ര പുസ്തകങ്ങളിലും മറ്റും വായിച്ചുള്ള അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഇതുപോലെ ചോരയും രക്തവും കണ്ണുനീരും വിയർപ്പൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഒഴുക്കിയിട്ടുള്ള, എല്ലാം ത്യജിച്ച് ജീവിച്ച ഒരുപാട് ജനറേഷൻ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആ ഒരു സാഹചര്യത്തിലാണ് ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? യെസ്, നമുക്കറിയാവുന്നതുപോലെ ദക്ഷിണാഫ്രിക്കയിലെ അവിടുത്തെ ആഫ്രിക്കൻ കറുത്തവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളുടെ വിമോചനത്തിനൊക്കെ വേണ്ടി അവിടെയും അദ്ദേഹത്തിന് അത് തന്നെയായിരുന്നു പരിപാടി. അതിനുശേഷമാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് പോകേണ്ട ആവശ്യം മനസ്സിലാക്കിയിട്ട് സാഹചര്യം വളരെ മോശമായപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു. അല്ലേ? ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ. അദ്ദേഹത്തിൻ്റെ ആ വരവിനെ കുറിച്ചാണ്, ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ള ഒരു വരവ്, പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ, ശുദ്ധവായുവിൻ്റെ ഒരു പ്രവാഹം പോലെയായിരുന്നു. ആ പ്രവാഹം മെയ്ഡ് us സ്ട്രെച്ച് അവർ സെൽഫ്, നമ്മൾ ഇന്ത്യക്കാരെ സ്വയം വലിച്ച് നീട്ടി. ആൻഡ് ടേക്ക് ഡീപ്പ് ബ്രെത്ത്, നമുക്ക് ദീർഘമായ നിശ്വസിക്കാനുള്ള അവസരങ്ങൾ അതുകൊണ്ട് കിട്ടി. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, അദ്ദേഹത്തിൻ്റെ ആ വരവ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ ഒരു കണം വരുന്നത് പോലെയായിരുന്നു. ആ കണം പിയേഴ്സ്ഡ് ദ ഡാർക്ക്നെസ്, അന്ധകാരത്തിലൂടെ ആ പ്രകാശം തുളഞ്ഞു കയറി. റിമൂവ്ഡ് ദ സ്കെയിൽസ് ഫ്രം അവർ ഐസ്, നമ്മുടെ കണ്ണുകളിൽ നിന്നും അന്ധകാരത്തെ എടുത്ത് മാറ്റുകയും ചെയ്തു. എങ്ങനെയെന്നറിയോ? ലൈക്ക് എ വേൾവിൻഡ്, ഒരു ചുഴലിക്കാറ്റ് പോലെ. ആൻഡ് ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്, ആ ഗാന്ധിജിയുടെ ആ വരവ് ചുഴലിക്കാറ്റ് പോലെയായിരുന്നു. അത് ഒരുപാട് ആളുകളെ ആട്ടി ഉലക്കുകയും ചെയ്തു. ആരായിരിക്കും അത്? യെസ്, ഭരണാധികാരികളായ ബ്രിട്ടീഷുകാരികളായ ആളുകളെയൊക്കെ അതൊരുപാട് ആട്ടി ഉലച്ചു ഗാന്ധിജിയുടെ ആ ഒരു വരവ്. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്, പക്ഷേ ഗാന്ധിയുടെ ആ വരവും പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മനസ്സുകളിലായിരുന്നു പ്രവർത്തിച്ചത്. ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്,
അദ്ദേഹം ഒരിക്കലും ഉന്നത ശ്രേണിയിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വത്തിൽ നിന്നും അദ്ദേഹം താഴത്തേക്ക് ഇറങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. ഈ സീംഡ് ടു എമർജ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യ. കാരണം അദ്ദേഹം ഒരു സാധാരണ ഇന്ത്യക്കാരുടെ ഇടയിൽ നിന്നും വന്നതുപോലെ ആയിരുന്നു. അത്രയും എളിമയുള്ള ഒരു മഹാനായ വ്യക്തിയായിരുന്നു. ആ മഹത്വം ഒട്ടും ചോരാതെ തന്നെയാണ് അദ്ദേഹം മരണം വരെയും ജീവിച്ചിരുന്നത് അല്ലേ. അദ്ദേഹം സാധാരണ, അദ്ദേഹത്തിൻ്റെ വേഷം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ രൂപം നമുക്കറിയാം. അദ്ദേഹം ഒരു വക്കീലായിരുന്നോ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണെന്നോ അല്ലെങ്കിൽ ഒരു മഹാനായ നേതാവാണ് എന്നുള്ള ആ ഒരു ധാരണയിലൊന്നും ആയിരുന്നില്ല അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം ചെയ്യും ഈ സീംഡ് ടു എമർജ് ഫ്രം ദ മില്യൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നും വന്ന ഒരാളായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ തോന്നിയത്. സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്, സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഗെറ്റ് ഓഫ് ദ ബാക്സ് ഓഫ് ദീസ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്. ഈ കർഷകരുടെയും ജോലിക്കാരുടെയും മുതുകുകളെ ഇതിൽ നിന്നും പിൻവലിക്കുക. ഹി ടോൾഡ് അസ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഇവിടെ ആരാ നമ്മളോട് പറയുന്നത്? നെഹ്റുവാണ് പറയുന്നത്. ഓൾ ഓഫ് യു ഹൂ ലിവ് ബൈ ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. നിങ്ങളെല്ലാവരും അവരുടെ ചൂഷണത്തിനിരയായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഗെറ്റ് റിഡ് ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റം നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ അവസാനിപ്പിക്കുക. ദാറ്റ് പ്രൊഡ്യൂസ് ദിസ് പോവർട്ടി ആൻഡ് മിസറി. അതാണ് നമുക്ക് ഈ ദാരിദ്ര്യവും ഈ ദുരിതവും നൽകുന്നത്. നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ അടിമകളെപ്പോലെ, അവർക്ക് വേണ്ടി കഴുതകളെപ്പോലെ നിങ്ങൾ ജോലി ചെയ്യുകയാണ്. നിങ്ങൾ അതിൽ നിന്നും പിന്മാറണം. അവർക്ക് വേണ്ടി നിങ്ങൾ ഈ ചൂഷണത്തിന് വേണ്ടി നിന്നുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യവും ഈ മിസറിയും ഒക്കെ ഉണ്ടാകുന്നത്. പൊളിറ്റിക്കൽ ഫ്രീഡം ടുക്ക് എ ന്യൂ ഷേപ്പ് ദെൻ. ഗാന്ധിജി വന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു പുതിയ രീതിയിലേക്ക് മാറി. ആൻഡ് അക്വയർഡ് എ ന്യൂ കണ്ടൻറ്റ്. പുതിയ കണ്ടൻറ്റുകളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. മച്ച് ദാറ്റ് ഹീ സെഡ്. അദ്ദേഹം പറഞ്ഞിരുന്ന മിക്ക കാര്യങ്ങളും വി ഓൺലി പാർഷ്യലി അക്സെപ്റ്റഡ്. ഞങ്ങൾ ഭാഗികമായി മാത്രമായിരുന്നു ഗാന്ധിജി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആദ്യം സ്വീകരിച്ചിരുന്നത്. ഗാന്ധിജി ആണെന്ന് വിചാരിച്ച് തുടക്കം മുതൽ അദ്ദേഹം പറയുന്നത് എല്ലാം സ്വീകരിക്കുമായിരുന്നില്ല. ഞങ്ങൾ, നെഹ്റുവാണ് പറയുന്നത് കേട്ടോ, ഞങ്ങൾ ഭാഗികമായിട്ടാണ് അംഗീകരിച്ചിരുന്നത്. ഓർ സംടൈംസ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് അറ്റ് ഓൾ. ചില സമയങ്ങളിൽ ഞങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നത് പോലുമില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി. പക്ഷേ ഇതൊക്കെ രണ്ടാം കാര്യങ്ങളായിരുന്നു, രണ്ടാം തരമായിരുന്നു. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ്. ഗാന്ധിജി ഞങ്ങളെ പഠിപ്പിച്ച ആ വിജ്ഞാനത്തിൻ്റെ എസൻസ്, സത്ത് എന്ന് പറയുന്നത് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഭയമില്ലായ്മയും സത്യസന്ധതയുമായിരുന്നു ഗാന്ധിജി ഞങ്ങളെ പഠിപ്പിച്ചത്. ആൻഡ് ദ ആക്ഷൻ അലീഡ് ടു ദീസ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇതുമായി കൂടിച്ചേർന്ന് തന്നെയായിരുന്നു. ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദി മാസസ് ഇൻ വ്യൂ. ജനങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടിലും പ്രവർത്തനത്തിലും ഉണ്ടായിരുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഓർ നേഷൻ, സോ വി ഹാഡ് ബീൻ ടോൾഡ് ഇൻ അവർ ആൻഷ്യൻറ്റ് ബുക്സ്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ പുരാതനമായ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വാസ് അഭയ, ഭയമില്ലായ്മ. ഫിയർലെസ്നെസ് ആണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് ഗാന്ധിജി പറയാറുള്ളത്. അതിന് അദ്ദേഹം പറയുന്നത് നമ്മുടെ ആൻഷ്യൻ്റ് പുസ്തകങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നോട്ട് മിയർലി ബോഡ്ലി കറേജ്. അതുകൊണ്ട് ശാരീരികമായ ധൈര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല ഈ അഭയ അല്ലെങ്കിൽ ഫിയർലെസ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. ഹൃദയങ്ങളിൽ നിന്നും മനസ്സുകളിൽ നിന്നും ആ പേടി ഇല്ലാതെയാവണം. അപ്പോഴാണ് ഒരാൾക്ക് ഭയമില്ല എന്ന് പറയാൻ പറ്റുക. ദ ഡോമിനൻ്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ സമയത്ത് അവർ ഇന്ത്യക്കാർക്ക് നേരെ ഉപയോഗിച്ച ആയുധം, ഡോമിനൻ്റ് ചെയ്തിരുന്ന ആ റൂള് എന്ന് പറയുന്നത് ഫിയർ പെർസ്വാസീവ്, മൊത്തത്തിലുള്ള ഒരു പേടിപ്പെടുത്തൽ, ഒപ്രസിങ്, അടിച്ചമർത്തൽ, സ്ട്രാംഗ്ലിങ് ഫിയർ, പേടിയെ വ്യാപിപ്പിക്കുക. ഫിയർ ഓഫ് ദി ആർമി, ആർമിയെക്കുറിച്ചുള്ള പേടി. ദ പോലീസ്, പോലീസിനെ കുറിച്ചുള്ള പേടി. ദ വൈഡ് സ്പ്രെഡ് സർവീസ് ഏജൻറ്റ്, സീക്രട്ട് ഏജൻറ്റ്, അവരുടെ ചാരന്മാരായിട്ടുള്ള ഏജൻറ്റുമാരെ കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് ദി ഒഫീഷ്യൽ ക്ലാസ്, ഒഫീഷ്യൽ ക്ലാസ്സിനെ കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് ദി ലോസ് മെൻറ്റ് ടു സപ്രസ്, അടിച്ചമർത്താനുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് പ്രിസൺ, ജയിലിനെക്കുറിച്ച്, തടവറയെക്കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് ദി ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, ഭൂമിയുടെ ജമ്മിമാരുടെ ഏജൻറ്റിനെ കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് ദി മണി ലെൻഡർ, പലിശക്ക് പണം കൊടുക്കുന്നവനെ കുറിച്ചുള്ള പേടി. ഫിയർ ഓഫ് ദി അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ,
പട്ടിണിയെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചുമുള്ള പേടി. ഇത്രയും ഭയങ്ങൾ ആരുടെ മനസ്സിലുണ്ട്? ഇന്ത്യക്കാരുടെ ജനങ്ങളുടെ ഉള്ളിൽ കുത്തി നിറച്ചിരിക്കുകയാണ് ആര്? ബ്രിട്ടീഷുകാർ. ഒന്നാമത് അവരുടെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുക, ആളുകളെയൊക്കെ പരസ്യമായി തൂക്കിലേറ്റുക, വെടിവെച്ച് കൊലപ്പെടുത്തുക പബ്ലിക്കായിട്ട്. അപ്പോൾ നേതാക്കന്മാരൊക്കെ പിന്നോട്ട് നിൽക്കും, ഞങ്ങൾക്കും ഇത് തന്നെയായിരിക്കും ഗതി എന്നുള്ള ആ ഒരു അവസ്ഥ. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പേടിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കാരായ ഇത്രയും കോടി ജനങ്ങളെ ഭരിച്ചു. പിന്നെ അവരുടെ പട്ടാളത്തെക്കുറിച്ചുള്ള പേടി, അവരുടെ സീക്രട്ട് ഏജൻറ്റുമാരെക്കുറിച്ചുള്ള പേടി, പിന്നെ മധ്യവർത്തി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്കാരായ ആളുകളെക്കുറിച്ചുള്ള പേടി, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, പട്ടിണി, ജമ്മി കുടിയാൻ വ്യവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാം മൊത്തത്തിൽ ഒരുപാട് പേടി നിറഞ്ഞ അവസ്ഥയായിരുന്നു ഇന്ത്യക്കാരായ ജനങ്ങൾക്കുണ്ടായിരുന്നത്. വിച്ച് വെയർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്, അതതിൻ്റെ മൂർധന്യമായ ഏറ്റവും അവസ്ഥയിലെത്തി നിൽക്കുകയായിരുന്നു. It was against this all-pervading fear that Gandhi's quiet and determined voice was raised. It was against, ഇതിനൊക്കെ എതിരായിരുന്നു, all pervading fear, ഈ നിലനിന്നിരുന്ന എല്ലാ ഭയങ്ങൾക്കും എതിരെയായിരുന്നു ദാറ്റ് ഗാന്ധിജീസ് ക്വയറ്റ്, വളരെ ശാന്തമായ ഡിറ്റർമൈൻഡ്, ദൃഢനിശ്ചയമുള്ള ശബ്ദം വാസ് റൈസ്ഡ്. ഗാന്ധിജി ഇതിനെതിരെയൊക്കെയാണ് തൻ്റെ പതിഞ്ഞ ശബ്ദത്തിലുള്ള, അദ്ദേഹത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം പ്രസംഗിക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ കിട്ടാനുണ്ട്. അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ പറയുന്ന വാക്കുകൾ ഉറച്ച നല്ല ദൃഢമായ തീരുമാനങ്ങളെടുത്ത വാക്കുകളായിരിക്കും. ആ ശബ്ദത്തിൽ അദ്ദേഹം പറയുമായിരുന്നു, ബി നോട്ട് അഫ്രൈഡ്, ഇന്ത്യക്കാരായ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ പേടിക്കാൻ പാടില്ല. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാറ്റ്, പക്ഷേ അത് അത്രമാത്രം സിമ്പിളാണോ? പെട്ടെന്ന് ഒരാളോട് ചെന്ന് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല, ഉഷാറാവണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? നോട്ട് ക്വയറ്റ്, തീർത്തും അല്ല. ആൻഡ് യെറ്റ്, എങ്കിലും ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് പാന്തംസ് വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ് സെൽഫ്. പക്ഷേ ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്നത് പേടിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, പക്ഷേ അതിനേക്കാൾ വലിയ ഭീമാകാരമായ രീതിയിലായിരുന്നു ഇന്ത്യക്കാരുടെ മനസ്സിൽ ബ്രിട്ടീഷുകാരെ കുറിച്ചുള്ള പേടി നിലനിന്നിരുന്നത്. അപ്പോൾ ഗാന്ധിജിക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ഒരു പേടി അവിടുന്ന് എടുത്ത് മാറ്റിയാണ് ഗാന്ധിജി ആദ്യം ചെയ്തത്. ആൻഡ് reality when calmly analyzed and its consequences willingly accepted loses much of its terror. എന്താ പറഞ്ഞത്? വെൻ കാംലി അനലൈസ്ഡ്, വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക. ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. വില്ലിംഗ്ലി അക്സെപ്റ്റഡ്, എന്നിട്ടത് പതുക്കെ സ്വീകരിക്കുക. ലോസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ, അങ്ങനെയാവുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ പേടി ഇല്ലാതെയാവും എന്നാണ് ഗാന്ധിജിയുടെ ഒരു സിസ്റ്റം. ഒറ്റയടിക്ക് എന്താണ് പറഞ്ഞാൽ കേൾക്കുമായിരുന്നില്ല. പക്ഷെ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശാന്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട്, ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പതുക്കെ അവരെ കൊണ്ടത് സ്വീകരിപ്പിച്ചിട്ട് ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ നിന്നും പതുക്കെ എടുത്തു കളയുന്ന ഒരു സിസ്റ്റമായിരുന്നു ഗാന്ധിജി ഉപയോഗിച്ചത്. സോ അതുകൊണ്ട് തന്നെ സഡൻലി ആസ് ഇറ്റ് വെയർ, അങ്ങനെ പതുക്കെ അത് എല്ലായിടത്തും ഇങ്ങനെ എത്താൻ തുടങ്ങി. ദാറ്റ് ബ്ലാക്ക് പാൾ ഓഫ് ഫിയർ വാസ് ലിഫ്റ്റഡ് ഫ്രം ദ പീപ്പിൾസ് ഷോൾഡേഴ്സ്, ആളുകളുടെ, ഇന്ത്യക്കാരായ ജനങ്ങളുടെ ആ മുതുകിലുണ്ടായിരുന്ന പേടി എന്ന് പറയുന്ന ആ ഒരു ഭാരത്തെ പതുക്കെ ഗാന്ധിജി മാറ്റിയെടുക്കാൻ തുടങ്ങി. നോട്ട് വോളി ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും മൊത്തത്തിൽ ആണ് എന്നല്ല പറയുന്നത്, ബട്ട് ടു ആൻ അമേസിങ് ഡിഗ്രി. പക്ഷേ വലിയൊരളവിൽ ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കും ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്നും ബ്രിട്ടീഷുകാരെ കുറിച്ചുള്ള ആ പേടി ഇല്ലാതാക്കാൻ സാധിച്ചിരുന്നു. ആസ് ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ഓഫ് ഫാൾസ്ഹുഡ്, പേടി എന്ന് പറഞ്ഞാൽ, ഭയം എന്ന് പറഞ്ഞാൽ അത് തിന്മയുടെ ഒരു കൂട്ടുകാരൻ കൂടിയാണ് എന്ന് ഗാന്ധിജി പറയാറുണ്ട്. സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്, അപ്പോൾ സത്യസന്ധത എന്ന് പറഞ്ഞാൽ പേടിയില്ലായ്മ, ഭയമില്ലായ്മയുടെ കൂട്ടുകാരനും ആവും അല്ലേ? അങ്ങനെയാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ദ ഇന്ത്യൻ പീപ്പിൾ ഡിഡ് നോട്ട് ബിക്കം മച്ച് മോർ ട്രൂത്ത്ഫുൾ ദാൻ ദേ വെയർ, പക്ഷേ ഇന്ത്യക്കാരായ ജനങ്ങൾ അത്രത്തോളം സത്യസന്ധന്മാരായിരുന്നില്ല, കാരണം അവർക്ക് ഭയമുണ്ട്. അതുമാത്രമല്ല, നോ ഡിഡ് ദേ ചേഞ്ച് ദെയർ എസെൻഷ്യൽ നേച്ചർ ഓവർനൈറ്റ്, ഒറ്റ രാത്രി കൊണ്ട് അവരുടെ ശരിക്കുമുള്ള സ്വഭാവം, ആ പേടിയും മടിയും അതൊന്നും ഒറ്റ രാത്രി കൊണ്ട് അവർ മാറ്റാൻ തയ്യാറായിരുന്നില്ല. നെവർത്തിലെസ്, ഒരിക്കലും തയ്യാറല്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, തയ്യാറല്ല എന്നാണ്. എ സീ ചേഞ്ച് വാസ് വിസിബിൾ, പക്ഷേ പ്രത്യക്ഷമായ ഒരു മാറ്റം എല്ലാവർക്കും കാണാൻ തുടങ്ങി. ആസ് ദ നീഡ് ഫോർ ഫാൾസ്ഹുഡ് ആൻഡ് ഫേർട്ടി ബിഹേവിയർ
ലെസൺഡ്. അവരുടെ ആ തിന്മകളുടെയൊക്കെ ആ സ്വഭാവത്തിൻ്റെയൊക്കെ വൈരുദ്ധ്യം പ്രശ്നം അവർ മനസ്സിലാക്കി. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. കാരണം അത് മാനസികമായ ഒരു മാറ്റം തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് ആസ് ഇഫ് സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് ഹാഡ് പ്രോബ്ഡ്. സൈക്കോളജിയിലൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് പറയാൻ പറ്റും ഡീപ്പ് ഇൻ ടു ദ പേഷ്യൻസ് പാസ്റ്റ്. ആ ഒരു പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പേടിയെ സ്വാധീനിക്കുന്നത് എന്ന് ഒരു സൈക്കോളജിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് പറയാൻ പറ്റും. ഫൗണ്ട് ഔട്ട് ദ ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സ്, exposed them to his view and thus rid him of that burden. അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ഈ ഒരു പാഠം കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ഭാഗങ്ങളൊക്കെ. കാരണം ഇത് എഴുതിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും. നമ്മൾ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാനുള്ളതല്ല. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സൈക്കോളജിസ്റ്റ് ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പറയുന്നത് അറിയോ? അദ്ദേഹം പറയുന്നത് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയാറുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വ്യക്തിയുടെ പാസ്റ്റ് അറിഞ്ഞാൽ മാത്രമാണ് മാനസികമായ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ഉള്ളിലുള്ള ഭാരം ഒഴിവാക്കാനും സാധിക്കും എന്നുള്ളതാണ്. ദെർ വാസ് എ സൈക്കോളജിക്കൽ റിയാക്ഷൻ ആൾസോ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു സൈക്കോളജിക്കൽ റിയാക്ഷനും കൂടി ഉണ്ടാവും. എ ഫീലിംഗ് ഓഫ് ഷെയിം, ഒരു ലജ്ജ, ഒരു മടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു ആൻ ഏലിയൻ റൂൾ ദാറ്റ് ഹാഡ് ഡിഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലേറ്റഡ് അസ്. കാരണം എന്താ, കുറേ കാലമായിട്ട് ഒരു ഏലിയൻ, ഒരു ഭീകര സ്വത്വങ്ങളുടെ ഒരു ഭരണമായിരുന്നു ഇന്ത്യയിൽ നടന്നിരുന്നത്. ഡീഗ്രേഡഡ്, ഇന്ത്യക്കാരെ തരം താഴ്ത്തി, ഹ്യൂമിലിയേറ്റഡ്, അപമാനിച്ചു. ആൻഡ് ഡിസയർ ടു സബ്മിറ്റ് നോ ലോങ്ങർ. ആർക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ അതിലിങ്ങനെ കുറേ കാലം ആ ഒരു ഭരണത്തിൽ എടങ്ങേറായി ബുദ്ധിമുട്ടി ജീവിച്ചു പോകുന്ന ആളുകൾക്ക് പെട്ടെന്നൊന്നും അത് മാറ്റിയെടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ഡിസയർ ടു സബ്മിറ്റ് നോ ലോങ്ങർ, ഇനിയും അവർക്ക് വൈപ്പെട്ട് ജീവിക്കൂല എന്നുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി. പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തെന്നെ ആയിക്കോട്ടെ, പക്ഷേ ഇനിയും അവർക്ക് അതിന് ബ്രിട്ടീഷുകാർക്ക് വൈപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന തരത്തിൽ സൈക്കോളജിക്കലി ഒരു മാറ്റം ഇന്ത്യക്കാരുടെ ഉള്ളിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ. പക്ഷേ ഞങ്ങൾ അത്ര വലിയ സത്യസന്ധന്മാരൊന്നും ആയി ഗാന്ധിജി ഉദ്ദേശിച്ച ആ ലെവലിലേക്കൊന്നും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ദാൻ ഹാഡ് ബീൻ പ്രീവിയസ്ലി. ഏതിനേക്കാൾ, ഞങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഭയങ്കര നല്ല ഒരു സത്യസന്ധന്മാരും വളരെ ധൈര്യശാലികളൊന്നും ആയി ഞങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നൊന്നുമില്ല. പക്ഷേ ഗാന്ധി വാസ് ഓൾവേസ് ദെയർ. പക്ഷേ ആ സമയത്തൊക്കെ ഗാന്ധിജി എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ആസ് എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. ഒരു കോംപ്രമൈസിനും തയ്യാറാവാത്ത സത്യത്തിൻ്റെ അടയാളമായിട്ട് ഗാന്ധിജി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ടു പുൾ അസ് അപ്പ് ആൻഡ് ഷെയിം അസ് ഇൻ ടു ദ ട്രൂത്ത്. സത്യത്തിലേക്ക്, സത്യം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ലജ്ജ തോന്നുന്നതിന് വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് എപ്പോഴും ഒരു സിമ്പലായിട്ട് ഗാന്ധിജി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ്. ഇനി അടുത്ത പാരഗ്രാഫിലൊക്കെ പറയുന്നത് സത്യത്തെക്കുറിച്ചൊക്കെ ഗാന്ധിജി പറയുന്ന കാര്യങ്ങൾ.